സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് സങ്കീർത്തനം 56 അതിന്റെ 4-ാമത്തെ വാക്യത്തെക്കുറിച്ചാണ്. വളരെ ശക്തമായൊരു വചനമാണത്. ദാവീദ് രാജാവിന്റെ അചഞ്ചലമായ വിശ്വാസം വെളിപ്പെടുത്തുന്ന ഒന്ന്. അതെ, ഭയത്തിന്റെ നടുവിലും ദൈവത്തിലുള്ള ആ ആശ്രയം. അതാണ് നമ്മൾ ഇന്ന് അല്പം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വാക്യം നമുക്കൊന്ന് ഓർക്കാമല്ലോ. ദൈവത്തിൽ ഞാൻ അവന്റെ വചനം പ്രശംസിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? എന്തൊരു ഉറച്ച പ്രഖ്യാപനമാണല്ലേ. ശരിക്കും ഇത് പറയുമ്പോൾ ദാവീദിന്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ശത്രുക്കൾ ചുറ്റുമുണ്ട്, അല്ലേ? അതെ, ജീവന് തന്നെ ഭീഷണിയുള്ളൊരവസ്ഥ. ഭയപ്പെടാൻ എല്ലാ കാരണങ്ങളുമുണ്ട്. ആ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. അപ്പോ ആ ആദ്യത്തെ ഭാഗം, ദൈവത്തിൽ ഞാൻ അവന്റെ വചനം പ്രശംസിക്കുന്നു. സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലാത്തപ്പോൾ എങ്ങനെയാണ് ഈ പ്രശംസ വരുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഇവിടെ പ്രശംസ എന്ന് പറയുന്നത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നൊരവസ്ഥയല്ല, മറിച്ച് ചുറ്റുമുള്ളതൊന്നും ശരിയല്ലെങ്കിൽ പോലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, അവന്റെ മാറ്റമില്ലാത്ത സ്വഭാവം, അതിലുള്ളൊരു ഉറപ്പ്. അതെ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ദൈവത്തിന്റെ വാക്ക് ഒരു ജീവനാടി പോലെ മുറുകെ പിടിക്കുകയാണ്. അതൊരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പ് തന്നെയാണ് അടുത്തതിലും കാണുന്നത്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. വെറുതെ ഒരു തോന്നലല്ല. അല്ല, ഇതൊരു ആക്റ്റീവ് ഡിസിഷനാണ്. അതായത് ഭയന്ന് പിന്മാറാനോ അല്ലെങ്കിൽ നിരാശപ്പെടാനോ ഒക്കെ തോന്നുമ്പോൾ, ഇല്ല, ഞാൻ ദൈവത്തിൽ തന്നെ ചാരി നിൽക്കും എന്നുള്ളൊരു തീരുമാനം. അതുകൊണ്ടാണ് തൊട്ടടുത്ത് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഇത്ര ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത്. ഭയമില്ല എന്നല്ല. ശരിയാണ്, ഭയം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഭയം എന്നെ ഭരിക്കാൻ, എന്നെ നിയന്ത്രിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച തീരുമാനമാണത്. കാരണം എന്റെ ദൈവം എന്റെ സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ്. അതെ, എന്റെ ആശ്രയം ആ വലിയ ശക്തിയിലാണ് എന്ന ബോധ്യം, അതാണ് ധൈര്യം തരുന്നത്. അപ്പോ ആ അവസാനത്തെ ചോദ്യം, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? എന്താണ് ഈ ജഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യരായ ശത്രുക്കൾ മാത്രമാണോ? അല്ല, അതിനപ്പുറം അർത്ഥമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ബലഹീനതകൾ, അവന്റെ തന്ത്രങ്ങൾ, ചതികൾ, ദുഷ്ടചിന്തകൾ, ലോകത്തിന്റെ രീതികൾ, ഇതൊക്കെ അതിൽപ്പെടും. എന്നാൽ ഇവയ്ക്കൊന്നും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിനെ, അവന്റെ ഉള്ളിലെ ആ ജീവനെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ല എന്നൊരു പ്രഖ്യാപനമാണത്. ആത്യന്തികമായി ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടെന്നുള്ള ഉറപ്പ്. അതെ, നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നശ്വരമായ ഈ ജഡത്തിന് പരിമിതികളുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. രോഗങ്ങൾ, ഒറ്റപ്പെടലുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ലോകത്തിൽ കാണുന്ന എന്തെല്ലാം തകർച്ചകളാണ്. ശരിയാണ്. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ എവിടെയാണ് ആശ്രയം കണ്ടെത്തുന്നത്? ആരുടെ വാക്കുകളിലാണ് വിശ്വസിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ദൈവത്തിലും അവന്റെ വചനത്തിലും ആശ്രയിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനം. ഇത് എളുപ്പമുള്ള വഴിയായതുകൊണ്ടല്ല. അല്ല, പക്ഷെ ഇതാണ് സത്യം, ഇതാണ് നിലനിൽക്കുന്നത്. ഇതൊരു കണ്ണടച്ചുള്ളൊരു വിശ്വാസമല്ല, യാഥാർത്ഥ്യങ്ങളെ കാണാതെ പോവുകയുമല്ല. അതെ, അതാണ് പ്രധാനം. കണ്ണ് തുറന്നു തന്നെ ഈ ലോകത്തെ കാണണം, അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയണം. പക്ഷേ അതിനപ്പുറം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഇതിനേക്കാളൊക്കെ വലിയ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു തീരുമാനമെടുക്കണം. ആ ഒരു തെരഞ്ഞെടുപ്പ്, നമ്മുടെ ഭയങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എന്ന ഉറച്ച വിശ്വാസം. അതെ, ആ വിശ്വാസമാണ് നമ്മെ നടത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകൾ നമ്മെ ഒരു പ്രാർത്ഥനയിലേക്ക് നയിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങയുടെ വചനമായ സങ്കീർത്തനം 56.4 ആ വലിയ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പോരാട്ടങ്ങളെ അങ്ങ് കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഭയം വേറുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അനിശ്ചിതത്വത്തിന്റെ നടുവിൽ അങ്ങയുടെ വചനത്തിന്റെ സത്യം ഞങ്ങൾക്ക് വെളിച്ചം നൽകണമേ. ദാവീദിനെ പോലെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയിൽ ആശ്രയിക്കാനുള്ള കൃപ നൽകണമേ.
ചുറ്റുമുള്ള ഭീഷണികൾ വലുതായി തോന്നുമ്പോൾ ഞങ്ങളുടെ ആത്മാവ് അങ്ങയുടെ കരങ്ങളിലാണെന്നും ജഡത്തിന് അതിന്മേൽ പൂർണ്ണ അധികാരമില്ലെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ, വിശ്വാസത്തോടെ ഏറ്റുപറയാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏതു കൊടുങ്കാറ്റിനേക്കാളും വലിയവനാണ് അങ്ങ്. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്കാവശ്യമായ സമാധാനം നൽകണമേ. അങ്ങയുടെ സംരക്ഷണം നൽകണമേ. അവരുടെ ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റണമേ. മുറിവുകളെ അങ്ങ് ഉണക്കണമേ. നഷ്ടപ്പെട്ട പ്രത്യാശരെ അങ്ങ് പുതുക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവും കാലിനു ദീപവുമായിരിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസത്തെ ഓരോ ദിവസവും വർദ്ധിപ്പിക്കണമേ. സകലതും ഞങ്ങളുടെ നിർപ്പാവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസാനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് everyday@gmail.com എന്ന വിലാസത്തിൽ എഴുതാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.